എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈശോയെ സ്നേഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് നിയമത്തിൻ്റെ പേരിലാകരുത്. പിന്നെന്താകണം? സ്നേഹം. ഈശോ ശരിക്കും പറഞ്ഞ ചില്ലാണ്, സൂപ്പറാണ്, സെറ്റാളാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇത്രയും സൂപ്പറായ, ചില്ലായ, ഫ്രീക്കനായ ഒരാൾക്ക് എങ്ങനെ റിവ്യൂ കുറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അച്ഛന്മാരുടെ പ്രസംഗത്തിൻ്റെ കുഴപ്പമാണോ? അപ്പനമ്മമാരുടെ ഉപദേശം കൂടിയിട്ടാണോ? എന്തുകൊണ്ടോ ഇത്രയും സൂപ്പർ ആള് എങ്ങനെ മങ്ങിപ്പോയി? സത്യത്തിൽ ഈശോ അടിപൊളിയാണ്. അസീസിയിലെ ഫ്രാൻസിസ്, അറിയോ? ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി മനുഷ്യനാണ്. രണ്ടാം ക്രിസ്തു എന്നാണ് ഫ്രാൻസിസിനെ വിളിക്കുന്നത്. ഈശോയോട് ഭയങ്കരമായ പ്രേമം ഉണ്ടായിരുന്ന ആളാണ് ആര്? ഫ്രാൻസിസ്. അതുപോലൊരു ബന്ധമായിരുന്നു. അസീസിയുടെ തെരുവീതിയിലൂടെ ഫ്രാൻസിസ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പാട്ടുപാടി പോണ നേരത്ത് തൊട്ടടുത്ത 2 നില വീടിൻ്റെ മട്ടുപ്പാവിൽ സുന്ദരിയായ പെണ്ണ് കണ്ണെഴുതി പൊട്ട് തൊട്ട് നിൽക്കുന്നു. അവള് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അടിപൊളി ചെറുക്കൻ, സൂപ്പർ പാട്ട്, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. അവള് മുകളിൽ നിന്ന് താഴേക്ക് ഓടി വന്നു, ഗേറ്റിങ്ങെത്തി കൈ കൊണ്ടിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരാ കൊമിത്തിക്കാമി, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, മിക്കാമോ ഫ്രാഞ്ചെസ്കോ, എൻ്റെ പേര് പ്രാഞ്ചിയേട്ടൻ. അവൻ പറഞ്ഞു, എടി വേണ്ട, നിന്റെ പേരെന്താണ്? കൊമേത്തി ക്യാമി എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, മിക്കാമോ ക്ലാര ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ക്ലാര പറഞ്ഞു, പ്രാഞ്ചി, എനിക്ക് നിന്നെ റൊമ്പ പിടിച്ചാച്ച്, ഐ ലവ് യു ഫ്രാൻസിസ് എന്ന് പറഞ്ഞു. ഫ്രാൻസിസ് പറഞ്ഞു, ക്ലാര, എനിക്ക് നിന്നെ റൊമ്പ പിടിച്ചാച്ച്, പക്ഷെ ഒരു പ്രശ്നം ഇരിക്കത് രണ്ട് ശരിയാണ് ചില സമയത്ത്. ക്ലാര, നിന്റെ ഒരു പ്രശ്നം ഇരിക്കത്. ക്ലാര, നിന്റെ കണ്ണുകളിൽ സ്നേഹത്തിന്റെ ഒരു മെഴുകുതിരി വെട്ടം ഞാൻ കാണുന്നുണ്ട്. ക്ലാര, നിനക്കറിയാലോ, മെഴുകുതിരി എന്ന് പറയുന്ന സാധനം കത്തി 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 തീർന്നു പോകും. മെഴുകുതിരി എന്ന് പറയുന്ന സാധനം ഊതിയാൽ കെട്ടുപോകും. നിന്റെ കണ്ണുകളിൽ സ്നേഹത്തിന്റെ മെഴുകുതിരി വെട്ടം കാണുന്നതിന് മുൻപേ സ്നേഹത്തിന്റെ ഒരു സൂര്യഗോളത്തെ ഞാൻ പരിചയപ്പെട്ടു പോയി. നീ പറ, ഞാൻ ഈ സൂര്യഗോളത്തെ നോക്കണോ, ഈ മെഴുകുതിരിയെ നോക്കണോ? ഈ മെഴുകുതിരിയെ നോക്കണോ, ഈ സൂര്യഗോളത്തെ നോക്കണോ? ക്ലാര പറഞ്ഞു, പ്രാഞ്ചി, നീ സൂര്യഗോളത്തെ തന്നെ നോക്കണതാണ് നല്ലത്.